പ്രഗ്നൻ്റായി. അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടി. അവരിപ്പോൾ ഒന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ കളകൾ പണ്ടിതുപോലെ ഈ നമ്മുടെ ഇടത്തുവായി നിന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ എടുത്തു തുടങ്ങിക്കാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഞാൻ അവർ എടുത്തു തുടങ്ങിക്കാൻ വന്ന കുഞ്ഞിനങ്ങളാണ്. അപ്പം ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ? പറഞ്ഞത് ഞങ്ങൾ വരുവച്ചാന്ന് പറയും, ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ സംഭവം? അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ളതല്ലേ, അത് ദൈവത്തിന് കൊടുത്തില്ല. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കളകൾ ഉള്ളിൽ നിന്ന് വളരാൻ തുടങ്ങും. എന്താണ്? അല്ലെങ്കിലും എനിക്ക് PSC എനിക്ക് ജോലി കിട്ടിയേനം, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കിട്ടിയേനം, അല്ല മറ്റവർക്ക് കിട്ടിയേനെ, കൂട്ടുകാരത്തിൽ കിട്ടിയല്ല, അവിടെ കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഉടനെ ദൈവത്തിന് കൊടുക്കാനുള്ള എടുത്തിട്ട് നീ സ്വയമായിട്ടത് നിൻ്റെ കഴിവിലാക്കി മാറ്റും. മക്കളുണ്ടാകണ കാര്യം അതുപോലെ തന്നെയാണ്. സ്ഥലം വിൽക്കണ കാര്യം അങ്ങനെയാണ്. താമസിക്കും തോറും ഉള്ളിൽ കള വളരാൻ തുടങ്ങും. എന്താണ്? മക്കളല്ലെങ്കിൽ കിട്ടിയേനും. അപ്പോൾ ഡോക്ടർമാർ പറയും, ഇതൊക്കെ ഇങ്ങനെ അവർ ഇംഗ്ലീഷ് ടെക്നിക്കൽ വാർഡൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. അതായത് വെറുതെ കുറേ നാൾ ഗർഭപാത്രം മക്കളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് പെട്ടെന്നുണ്ടാകാൻ അപ്പോൾ പ്രതിഭാസത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അത് ശത്രു കൊണ്ടുവന്ന് പുറത്തുനിന്ന് പോയി വിതക്കും. ദൈവകാരികൾക്ക് ഇങ്ങനെ കൊടുത്തത്, പക്ഷെ ആരെങ്കിലും വന്നിട്ട് അത് അവർക്ക് അങ്ങനെ കിട്ടിയ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത് മറ്റവർക്ക് ഇങ്ങനെ കിട്ടിയത് പറഞ്ഞുകൊണ്ട് കളകൾ പറിച്ചു. ഇതിനകത്ത് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടിയതായിരിക്കും എന്ന് തോന്നും. അപ്പം കള അകത്തുനിന്ന് വളരുന്നത്. എപ്പോഴും ഒരിക്കൽ ശ്രദ്ധിച്ചേക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. റോമ 1:21 എടുത്തേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നതിന് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും. എന്താണ് സാക്ഷ്യം പറയാതിരുന്നുള്ള